കോഴിക്കോട്ട് അഖില CP അവിടുത്തെ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അഖില, കോഴിക്കോട്ട് ഇപ്പോൾ അഖിലയുള്ളത് എവിടെയാണ്? നേരത്തെ കോഴിക്കോട് നഗരത്തിന്റെ ഇപ്പോൾ കിഡ്സൺ കോർണറിലെ മാവൂർ റോഡിലെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വിവിധയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിരുന്നു. മലയോര മേഖലയിൽ വലിയ ജാഗ്രതയാണ് എന്ന വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ അഖില നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ സ്ഥിതി എന്താണ്? ജില്ലയിൽ പൊതു അന്തരീക്ഷം എങ്ങനെയാണെന്ന്? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിൻ്റെ നഗരഭാഗത്ത് തന്നെയാണ്. ഈ നഗരത്തിൽ പലയിടത്തും സൂചിപ്പിച്ചതുപോലെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്, മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഏറ്റവും ജാഗ്രതയുള്ളത് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലാണ്. താമരശ്ശേരി, ബാലുശ്ശേരി, ഇത്തരത്തിൽ മുക്കം ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കാരണം മഴയോടൊപ്പം തന്നെയുള്ള ശക്തമായ കാറ്റാണ് വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകി വീഴാനും ചില്ലകൾ ഒടിയാനുമുള്ള സാധ്യത മലയോര മേഖലയിൽ ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മാത്രമല്ല വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഈ മലയോര മേഖലകളിലും താമരശ്ശേരി ചുരം ഭാഗത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്ന സമയത്ത് വിലങ്ങാട് ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ ബാധിത മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2-3 ദിവസം മഴ അടുപ്പിച്ച് പെയ്താൽ അവർക്കെല്ലാം ഈ വീട് മാറി താമസിക്കാനുള്ളൊരു നിർദ്ദേശമൊക്കെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടതാണ്. എന്തായാലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ ഒരു മാങ്കാവ് ഭാഗത്തെ ഒരു കെട്ടിടം, പഴയ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം പകുതി ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ ജില്ലയിൽ 2-3 ദിവസത്തിനോടടുപ്പിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിക്കാനുള്ളത്.